കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വിജയിക്കും എന്നുള്ള കാര്യം നേഷൻ ഫസ്റ്റ് ആദ്യമേ പ്രവചിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും ഇപ്പോൾ പോസ്റ്റുകളാണെങ്കിലും വീഡിയോകളാണെങ്കിലും അതിന് താഴെ ഒരുപാട് കമന്റുകൾ വരുന്നത് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ജയിക്കില്ല, ബാലഗോപാൽ ആയിരിക്കും ജയിക്കുക എന്ന് പറയുന്ന കമന്റുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നു. അപ്പോൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വിജയിക്കും എന്ന് തന്നെയാണോ? അതെ, തീർച്ചയായും. കാരണം 2021 ഇടത് പക്ഷത്തിൻ്റെ ഒരു വിജയം ഉറപ്പിച്ച ഐഷ പോറ്റി ഇടത് കോട്ട വിട്ട് UDF വന്ന് കയറുമ്പോൾ അവരുടെ വോട്ടിൻ്റെ അവർ വിജയിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസോടെ തന്നെയാണ് UDF മത്സരിക്കുന്നത്. കാരണം ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരുന്നു. NSS യൂണിയൻ്റെ വോട്ട് മുഴുവൻ ബാലഗോപാലനല്ല, തിരിച്ച് ഐഷ പോറ്റിക്ക് തന്നെ കൊടുക്കണമെന്നുള്ള ഒരു ശബ്ദ സന്ദേശം വന്നതാണ് ഇപ്പോൾ ഈ വഴിത്തൊരിവ് ഉണ്ടാകാൻ കാരണം. അതെ, ഇപ്പോൾ NSSന്റെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽ കുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. എനിക്കൊന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. ഐഷ പോറ്റിക്ക് ലഭിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ, അതവിടെ വളരെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന വോട്ടുകളാണ്. അതൊന്ന്. ഐഷ പോറ്റിയോട് സ്നേഹമുള്ളവരുടെ വോട്ടുകൾ, അവർക്ക് വ്യക്തിപ്രഭാവമുള്ള ഒരു സ്ത്രീയാണ്. അവിടെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ വന്ന് കാണുന്ന, വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്ന, അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ വളരെ അഭിമാനമുള്ളവരുടെ വോട്ടുകൾ ലഭിക്കും. അതുപോലെ NSS വോട്ടുകൾ, ഇത് കൃത്യമായി പ്രവചിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2021 ഇലക്ഷനിൽ KN ബാലഗോപാലിനായിരുന്നു ഈ NSS വോട്ടുകൾ കിട്ടിയിരുന്നത്. അത് വ്യക്തമായിട്ട് ഈ ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തവണ NSSന്റെ വോട്ടൊന്നും KN ബാലഗോപാലിന് കിട്ടില്ല, അത് ഐഷ പോറ്റിക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ കൃത്യമായി സമാഹരിക്കുമ്പോൾ ഐഷ പോറ്റിക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2021 NSSന്റെ പിന്തുണയോടെ പോലും നമ്മുടെ KN ബാലഗോപാൽ വിജയിച്ചത് 10,000 വോട്ടുകൾക്ക് മാത്രമായിരുന്നു. അന്ന് ഓപ്പോസിറ്റ് നിന്നത് R രശ്മി എന്ന് പറയുന്ന ഇതുവരെ MLA ആയിട്ടില്ലാത്ത കോൺഗ്രസിന്റെ തന്നെ നല്ലൊരു മുഖം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ NSSന്റെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപ് MLA ആയിരുന്നൊരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് മത്സരിക്കുന്നത്. അവിടെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ KN ബാലഗോപാൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഐഷ പോറ്റി ചെയ്ത വികസന പ്രവർത്തനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഐഷ പോറ്റിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. അവർക്ക് നമ്മൾ ഐഷ പോറ്റിയുമായി സംസാരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തീരുന്നില്ല, ഓർത്തെടുക്കാൻ പോലും കഴിയാത്തത്ര കാര്യങ്ങൾ. ഫയർ സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, പോലീസ് കെട്ടിടം, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ എണ്ണി പറഞ്ഞു. പക്ഷെ ഈ ബാലഗോപാലിന്റെ ഓരോ വികസനങ്ങൾ എന്ന് പറയുന്നത് ഐഷ പോറ്റിയെ നിർത്തിയെടുത്ത് നിന്ന് അത് എന്താ പറയുക, ഒന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുവന്നു എന്നല്ലാതെ എടുത്തു പറയത്തക്ക ഒരു വികസനം ബാലഗോപാലിന് ആ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതെ, ഇപ്പൊ ഐഷ പോറ്റി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചെയ്തതിൽ ഏറെക്കുറെ എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിട്ടിയ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ പ്രതിപക്ഷ MLA സ്ഥാനത്തിരിക്കുന്ന പലർക്കും, ഇപ്പോൾ കുണ്ടറയിലെ കാര്യം പറയുകയാണെങ്കിൽ PC വിഷ്ണുനാഥ് പഞ്ചായത്തിന് കൊടുത്ത കാര്യങ്ങൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല, അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സർക്കാർ കൊടുക്കുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ MLAക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച കുറെ കാര്യങ്ങൾ ഐഷ പോറ്റി പറയുന്നുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിൽ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നോട് മനസ്സിലാക്കാൻ. ഇതേ സാഹചര്യം തന്നെയാണ് പത്തനാപുരത്തുള്ളത്. NSS പൂർണ്ണമായും KB ഗണേഷ് കുമാറിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ്. ഇപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കരയും പത്തനാപുരവും UDFനൊപ്പമാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞത്. ഇതിന്റെ താഴെ വന്ന് മറ്റേ അടിമകൾ വന്ന് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ മാറ്റം വരുമെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, മറ്റൊരു കാര്യമുണ്ട്. 2021 KN ബാലഗോപാൽ മത്സരിക്കുമ്പോൾ ഐഷ പോറ്റിയോട് അനുഗ്രഹം തേടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു ബ്ലെസ്സിങ്ങിനൊപ്പം ഈ NSSന്റെ വോട്ട്, ഈ സമുദായ വോട്ടുകൾ ചേർന്നപ്പോഴാണ് ഈ 10,000 വോട്ടിന്റെ ലീഡ് KN ബാലഗോപാൽ നേടിയത്. പക്ഷെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, അതായത് കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയം, ഐഷ പോറ്റി UDF എത്തുന്നു. അതുപോലെ തന്നെ ജനസമ്മതിയും ഐഷ പോറ്റി കയറുന്നു. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ആ ഒരു യൂണിയന്റെ പിന്തുണയും സപ്പോർട്ടും ഐഷ പോറ്റിക്ക് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, മണിക്കൂറുകൾക്ക് മുമ്പ് NS താലൂക്ക് യൂണിയന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഐഷ പോറ്റിയെ പിന്തുണയ്ക്കുമെന്നു, വനിതാ സമാജം ഗ്രൂപ്പുകളിലും ഐഷ പോറ്റിക്ക് തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, ഇപ്പോൾ കൊട്ടാരക്കരയിലെ പ്രചാരണ പരിപാടികളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ NSSന്റെ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, പ്രചാരണത്തിലേക്ക് വരികയാണെങ്കിൽ KN ബാലഗോപാൽ ഇറക്കിയ പണത്തിന്റെ കണക്കെന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരുന്നില്ല. അത്രയധികം
പണം ചെലവഴിച്ചുള്ള വലിയ പ്രചാരണമാണ് നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പുറത്ത് ഐഷ പോറ്റി സ്വന്തം വ്യക്തിപ്രഭാവവും സ്വന്തം മുഖവും എടുത്തു കാണിച്ച് തന്നെയാണ് ഈ പറഞ്ഞ വോട്ടുകളെല്ലാം നേടിയിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞ നമ്മുടെ കെ എൻ ബാലഗോപാലിന്റെ സഹോദരന്റെ പങ്ക്, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് NSSുമായിട്ട് കെ എൻ ബാലഗോപാൽ തെറ്റാനുണ്ടായ കാരണവും എന്ന് വേണം പറയാൻ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ കെ എൻ ബാലഗോപാലിനെ മാറ്റി നിർത്തി. ഇപ്പോൾ സുകുമാരൻ നായർ ഇവരുമായിട്ടൊക്കെ തെറ്റിപ്പിരിയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്റേണലി പല പ്രശ്നങ്ങളുണ്ട്, പുറത്ത് ചർച്ച ചെയ്യപ്പെടാത്ത പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വോട്ടുകളായി മാറും. ഇപ്പൊ NSS പറഞ്ഞാൽ കേൾക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ NSS ആണെങ്കിൽ SNDP ആണെങ്കിൽ ഇവര് പറഞ്ഞ ആരും മാറ്റി വോട്ട് ചെയ്യാൻ പോകുന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ മണ്ഡലങ്ങളും കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും NSS പറഞ്ഞാൽ കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്. ചില സമുദായ വോട്ടുകൾ വളരെ ക്രൂഷ്യലാണ് അല്ലെ? അതെ, ഈ പത്തനാപുരത്തിന്റെയും കൊട്ടാരക്കരയുടെയും കാര്യം പ്രത്യേകം എടുത്ത് നോക്കുകയാണെങ്കിൽ, പല മണ്ഡലങ്ങളിലും അതെ, ഇവിടുത്തെ കാര്യം പ്രത്യേകം എടുത്ത് നോക്കുകയാണെങ്കിൽ സാമുദായിക വോട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഇപ്പോൾ കെ എൻ ബാലഗോപാലിനെ കഴിഞ്ഞ തവണ ജയിപ്പിച്ചതും ഇത്തവണ ഐഷ പോറ്റിയെ ജയിപ്പിക്കാൻ പോകുന്നതും ഈ പറഞ്ഞ സാമുദായിക വോട്ടുകൾ തന്നെയാണ്. LDFന്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം സഖാവിന്റെ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ LDF എന്നുള്ള കൂട്ടായ്മയുള്ള പാർട്ടിയോടുമുള്ള പിന്തുണയാണ് അദ്ദേഹത്തിന്റെ ജയം നിർണ്ണയിക്കുന്നതാണ് പുറമേ ഉള്ള അവരുടെ വിലയിരുത്തൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് ബോണ്ടായി ഈ സമുദായ പാർട്ടികൾ മാറുമ്പോൾ, ഈ NSS കൂടി പിൻവലിയുമ്പോൾ കെ എൻ ബാലഗോപാലിന്റെ വിജയസാധ്യത ഏറെ പിന്നിലാണ്. അതെ, ഇപ്പോൾ നമ്മുടെ ഈ CPMന്റെ വിലയിരുത്തലുള്ള റിപ്പോർട്ടുകളെല്ലാം കണ്ടല്ലോ. അതിൽ കൊട്ടാരക്കരയെ പറ്റി പരാമർശം നമ്മൾ പുറത്തെങ്ങും കണ്ടിട്ടില്ല. ഒരു എന്താണ് പറയുക, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പരാമർശം അതിനെപ്പറ്റി സംഭവിച്ചിട്ടില്ല. എന്തായാലും ആശങ്കയുണ്ട്. ഇപ്പോൾ മന്ത്രിമാർ തോൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും മന്ത്രിസഭയിൽ, ഇപ്പോൾ പിണറായി സർക്കാരിലാണെങ്കിൽ അവരുടെ മന്ത്രിമാർ തോൽക്കുക എന്ന് പറയുന്നത് വളരെ അവരെ സംബന്ധിച്ച് നാണം കെട്ട അപമാനമാണ്. അതും ഇത്രയും പണമിറക്കിയുള്ള പ്രചാരണം നടക്കുമ്പോൾ. 2021 മത്സരിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് പ്രചാരണം നയിച്ചിരുന്ന ഐഷ പോറ്റി ഓപ്പോസിറ്റിൽ നിന്ന് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് ഉണ്ടാകാനില്ല. പക്ഷെ അവിടെ പിഴച്ചത് പാർട്ടിക്ക് തന്നെയാണ്. ഐഷ പോറ്റി കൃത്യമായി എന്തുകൊണ്ടാണ് പാർട്ടിയുമായി പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു പറയുമ്പോഴും അത് കേൾക്കാൻ ചെവി കൊണ്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പരാജയം എന്ന് പറയുന്നത്. ഇപ്പൊ ആഷിക്ക് പറഞ്ഞില്ലേ, കൈ കൊണ്ട് അനുഗ്രഹിച്ച് ഇറങ്ങിയ ഫോട്ടോയുടെ ഒരു ഫോട്ടോ ആണ് അത്. നമ്മുടെ ഇന്റർവ്യൂല് ഐഷ പറ്റി പറഞ്ഞിട്ടുണ്ട്, കൈരളി ചാനലിൽ നിന്നാണെന്ന് തോന്നുന്നു, ഇത് അടിപൊളിയായിരിക്കും, ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് കുറെ നാൾ അവരുടെ ഒരു ഫേസ്ബുക്ക് വാൾപേപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് മാറ്റിയതാണ്, ചേഞ്ച് ചെയ്തതാണ്. അത് അവര് പറയുന്നുണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ മാറ്റേണ്ടതായിരുന്നു എന്നുള്ളത്. അതെ. അപ്പോ ഇത്രയും ഫ്രണ്ടിൽ നിന്ന് നയിച്ച ഒരാളെ മാറ്റി നിർത്തിയതോടുകൂടി പാർട്ടിക്ക് പതനം സംഭവിച്ചിരിക്കുന്നു. പാർട്ടി മുൻനിരയിലുള്ള എല്ലാവരും പറയും പുകഞ്ഞ കുള്ളി പുറത്ത് പോട്ടെ എന്ന് പറയും. പക്ഷെ താഴേക്കുള്ള ഐഷ പോറ്റിയെ സ്നേഹിച്ചിരുന്ന, ഐഷ പോറ്റിക്കൊപ്പം വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്ക് കൃത്യമായി മനസ്സിലാകും അവർ എങ്ങനെയുള്ള ഒരാളായിരുന്നു, എത്രത്തോളം കാര്യമായി തന്നെയാണ് സഹപ്രവർത്തകരെ നോക്കിയിരുന്നത് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിരുന്നത് എന്നതിനെപ്പറ്റി പാർട്ടിക്കാർക്ക് ഒരു ധാരണയുണ്ട്. ആ വോട്ടുകൾ കൃത്യമായി ലഭിക്കുകയും ചെയ്യും. ഐഷ പോറ്റിയെ പേഴ്സണലി വിളിക്കുന്ന ഒരുപാട് CPM പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഈ മേൽഘടകത്തെക്കാൾ ഉപരി സാധാരണ ജനങ്ങൾക്ക്, ഏറ്റവും താഴെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഐഷ പോറ്റി ഒരു സുപരിചിതമായിട്ടുള്ള മുഖമാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ആ വോയിസിൽ നമുക്ക് കേൾക്കാം ആ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ ഒരു ദയനീയമായിട്ടുള്ള ഒരു വോയിസ്. അതായത് നമ്മൾ കെ എൻ ബാലഗോപാലൻ സഖാവിനെ തന്നെയല്ലേ പിന്തുണയ്ക്കേണ്ടത്, എന്തുകൊണ്ട് ഐഷ പോറ്റിയെ പിന്തുണയ്ക്കുന്നു? അപ്പോൾ ഇപ്പുറത്തൊന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാലിനെ അല്ലേ വോട്ട് ചെയ്ത്, ഇനി മാറി, അതായത് ഐഷ പോറ്റിക്ക് പിന്തുണയ്ക്കാനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഉത്തരവ്. അതായത് അവരുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. അതും ഈ കൊട്ടാരക്കരയും പത്തനാപുരവും മാത്രം ഈ ഭരണത്തിലിരിക്കുന്ന രണ്ട് മന്ത്രിമാരെയും പിന്തുണയ്ക്കേണ്ടെന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെയാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അത് ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേഴ്സണൽ കോൺഫ്ലിക്ട്സ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഐഷ പോറ്റിയാണ് അവിടെ MLA ആയി വേണ്ടത് എന്നതിനെ പറ്റി ഒരു കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്തിനായാലും നമ്മുടെ പ്രവചനം ഇത് തന്നെയാണ്, ഐഷ പോറ്റിയാണ് കൊട്ടാരക്കരയിൽ വിജയിക്കാൻ പോകുന്നത്.